എല്ലാവർക്കും നമസ്കാരം. ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെയിലി കറണ്ട് അഫെയേഴ്സാണ് നമ്മളിതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഹിന്ദു പത്രത്തിൻ്റെ അനാലിസിസ് നമ്മൾ വേറെ തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു മലയാളം പത്രത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫെയേഴ്സ് മാത്രം ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ വളരെയധികം പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ന്യൂസിലേക്ക് നമുക്ക് പോവാം. കുട്ടികളിലെ ഡിജിറ്റൽ ആസക്തി മാറ്റാൻ പോലീസിൻ്റെ DDAD എന്ന പുതിയ സംരംഭമാണ്. കുട്ടികളിലെ ഡിജിറ്റൽ ആസക്തി മാറ്റാനും സുരക്ഷിത ഇൻ്റർനെറ്റ് ഉപയോഗം പഠിപ്പിക്കാനും കേരള പോലീസിൻ്റെ DDAD, സോഷ്യൽ പോലീസിംഗ് ഡയറക്ടറേറ്റ് സംസ്ഥാനത്ത് ഡിജിറ്റൽ അഡിക്ഷൻ സെൻറ്റർ. എന്താണ് ഡിജിറ്റൽ അഡിക്ഷൻ സെൻറ്ററിനെയാണ് DDAD എന്ന് വിളിക്കുന്നത്, ഡിജിറ്റൽ അഡിക്ഷൻ സെൻറ്റർ. അപ്പോൾ അതൊന്ന് ഓർത്ത് വെക്കണം. ആദ്യം 6 ജില്ലയിലാണ് DDAD എന്ന് പറയുന്നത് ഡിജിറ്റൽ അഡിക്ഷൻ സെൻറ്ററാണ്. അതിനെയാണ് DDAD എന്ന് വിളിക്കുന്നത്. ഇത് ആദ്യം 6 ജില്ലയിലാണ് ഇംപ്ലിമെൻറ്റേഷൻ. തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട്, കൊച്ചി, കണ്ണൂർ, തൃശ്ശൂർ ജില്ലകളിലാണ് ആദ്യം സെൻറ്ററുകൾ തുറക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഫേസ് എന്ന് പറയുന്നത് 6 ജില്ലകളിലാണ്. ഉദ്ദേശിക്കുന്നത് പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഇടപെടലാണ്. കാരണം ഈ പറഞ്ഞ ഓൺലൈൻ ക്ലാസ്സസും മറ്റും കോവിഡിൻ്റെ സമയത്ത് തുടങ്ങിയ സമയത്ത് ഒരുപാട് പേര് ഇതിൽ അഡിക്റ്റഡ് ആയിരുന്നു. അപ്പോൾ അതിൽ നിന്ന് തിരിച്ചു വരാൻ വേണ്ടിയിട്ടും ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ DDAD എന്ന് പറഞ്ഞൊരു ഇനീഷ്യേറ്റീവ്. പോലീസിൻ്റെ ആണെന്ന് ഓർത്ത് വെക്കണം. അതുപോലെ തന്നെ ഇതിൻ്റെ പൂർണ്ണ രൂപം എന്ന് പറയുന്നത് അഡിക്ഷൻ സെൻറ്റർ, ഡിജിറ്റൽ അഡിക്ഷൻ സെൻറ്റർ എന്നാണ് ഇതിൻ്റെ അർത്ഥം എന്ന് ഓർത്ത് വെക്കണം. അടുത്തതെന്ന് പറയുന്നത് ഗോവ ബീച്ചിൽ രക്ഷാദൗത്യത്തിന് യന്തിരൻ എന്ന് പറഞ്ഞ ഒരു ന്യൂസാണ്. റോബോട്ടിക് ആയിട്ടുള്ള മെത്തേഡ്സ് ഉപയോഗിച്ച് ഗോവയിൽ രക്ഷാദൗത്യത്തിന് റോബോട്ടിനെ എംപ്ലോയ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ പേര് ഓർത്ത് വെച്ചാൽ മതി. ഔറസ് എന്നാണ് പേര്. ഔറസ് എന്നാണ് ഈ റോബോട്ടിൻ്റെ പേര്. അടുത്ത ന്യൂസ് എന്ന് പറയുന്നത് ChatGPT കുറിച്ചാണ്. ChatGPT നേരിടാൻ ബാർഡുമായി ഗൂഗിൾ എന്നാണ് പറയുന്നത്. ഈ ChatGPT എന്ന് പറയുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ ആയി ബന്ധപ്പെട്ട് ഉത്തരങ്ങൾ, അതായത് ഒരു കൺസ്യൂമറിന് ഉത്തരങ്ങൾ വളരെയധികം പെട്ടെന്ന് ഒരു സെറ്റ് ഓഫ് ഡാറ്റ അനലൈസ് ചെയ്ത് തരുന്ന ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടെക്നിക്കാണ് ഈ പറഞ്ഞ ChatGPT എന്ന് പറയുന്നത്, വളരെ ലളിതമായിട്ട് പറയുകയാണെങ്കിൽ. അപ്പോൾ ഇതിനെ നേരിടാൻ വേണ്ടിയിട്ട് ഗൂഗിളിൻ്റെ പുതിയ സംവിധാനം ബാർഡ് നിലവിൽ വരുന്നു എന്ന് പറയുന്നു. ഗൂഗിളിൻ്റെയാണ് ബാർഡ്. ഉപയോക്താവിൻ്റെ ചോദ്യങ്ങൾക്ക് സന്ദേശത്തിലൂടെ ഉത്തരം നൽകി തരംഗമായ ChatGPT നേരിടാൻ ഗൂഗിൾ ബാർഡ് ഇറങ്ങുന്നു എന്ന് പറയുന്നു. അപ്പോൾ അത് ഏതാനും ആഴ്ചകൾക്കകം പുറത്തിറങ്ങുമെന്ന് പറയുന്നു. ഗൂഗിളിൻ്റെയാണ് ബാർഡ് എന്ന് ഓർത്ത് വെച്ചാൽ മതി. മോദിയോട് രാഹുലിൻ്റെ ചോദ്യങ്ങൾ എന്ന് പറഞ്ഞൊരു പൊളിറ്റിക്കൽ ന്യൂസാണ്. കറണ്ട് അഫെയേഴ്സ് രീതിയിൽ അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ എന്തുമായി ബന്ധപ്പെട്ട ന്യൂസാണിത്. അദാനി ഗ്രൂപ്പിൻ്റെ ഷെയർ വാല്യൂയുടെ മൂല്യം, അതായത് ഷെയറിൻ്റെ വാല്യൂ താഴെ പോകുന്ന, മൂല്യം താഴെ പോകുന്നതുമായി ബന്ധപ്പെട്ട ഒരു ന്യൂസാണ്. ഇതിൻ്റെ റെഗുലേറ്റർ ഈ സെക്ടറിൻ്റെ, ഈ ക്യാപിറ്റൽ മാർക്കറ്റ്സ്, സെക്കൻഡറി മാർക്കറ്റ്സ്, ഷെയർ ട്രേഡിംഗ്, ഇതൊക്കെയായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ എന്താ പറയുക, ഇതിൻ്റെ മോണിറ്ററി അസോസിയേഷൻ അല്ലെങ്കിൽ മോണിറ്ററി ചെയ്യുന്ന ഓർഗനൈസേഷൻ ഏതാണ്? സെബിയാണ്, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയാണ്. ഏത് വർഷം നിലവിൽ വന്നു? 1988 നിലവിൽ വന്നു. സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയത് 1992 സെബി ആക്ട് നിലവിൽ വന്നു 1992. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഒരു റിപ്പോർട്ട് കൂടിയാണ്. എന്ത് കാരണമാണ് ഈ സ്റ്റോക്ക് താഴെ പോയെന്ന് പറഞ്ഞത്? ഹിൻഡൻബർഗിൻ്റെ ഒരു റിപ്പോർട്ടുണ്ട്. ഹിൻഡൻബർഗ് റിസർച്ച് റിപ്പോർട്ട് എന്ന് പറഞ്ഞ റിപ്പോർട്ട്, അമേരിക്കയിൽ നിന്ന് പബ്ലിഷ് ചെയ്ത റിപ്പോർട്ട് പറയുകയാണ് അദാനി ഗ്രൂപ്പിൻ്റെ അക്കൗണ്ടിങ്ങിൽ ചെറിയ മിസ്മാച്ചസും അതുപോലെ തന്നെ മിസ്അപ്രോപ്രിയേഷൻസ് ഉണ്ട് എന്ന് പറഞ്ഞ അടിസ്ഥാനത്തിലാണ് സ്റ്റോക്കുകൾ താഴെ പോയത്. ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് സ്റ്റോക്കുകൾ താഴെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസാണ്. ഇൻ ദ സെൻസ് ദാറ്റ് ഈ പറഞ്ഞ റെഗുലേറ്ററി ബോഡീസിനെ നമുക്കറിയണം. അപ്പോൾ RBIനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. അത്രയധികം സെബീനെ, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, കേട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അദാനി ഗ്രൂപ്പിൻ്റെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ റെഗുലേറ്റർ ആരാണെന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞ ക്യാപിറ്റൽ മാർക്കറ്റ്സ്, ഷെയർ ട്രേഡിംഗ്, ഇതുമായി ബന്ധപ്പെട്ട് ഈ ഓർഗനൈസേഷൻ നിയന്ത്രിക്കുന്നത്, ഈ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ഏത് ഓർഗനൈസേഷനാണ്? സെബിയാണ്. ഇത്രയും കാര്യങ്ങൾ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ അറിയണം. സെബി ആക്ട് 1992 പക്ഷേ 1988 തന്നെ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ നിലവിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പത്രത്തിലെ കറണ്ട് അഫെയേഴ്സ്. ബൈ, ടേക്ക് കെയർ.